വെള്ളത്തിൽ അലിയിപ്പിച്ച് കഴിക്കാനായിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഇതുപോലുള്ള മെഡിസിൻസ് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ നുരഞ്ഞു പൊങ്ങുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ യൂസ് ചെയ്തത് മ്യൂസിനാക് എന്ന് പറഞ്ഞൊരു മെഡിസിനാണ്. ഒരു ബേസ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റും സിട്രിക് ആസിഡുമാണ്. ഇത് നമ്മുടെ വെള്ളമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് എയർ ബബിൾസ് ആയിട്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നത്. പിന്നെ ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടാബ്ലറ്റ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം മുകളിലേക്ക് ഉയർന്നു പൊങ്ങി മുകളിൽ വന്ന് ഡിസോൾവ് ആവുമെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും തോറും അതിൻ്റെ മാസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ മാസ് നഷ്ടപ്പെട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ എപ്പോഴാണ് വെള്ളത്തിൻ്റെ സാന്ദ്രതയേക്കാളും കുറവ് സാന്ദ്രത ടാബ്ലറ്റിനാവുന്നത്, ആ സമയത്ത് ടാബ്ലറ്റ് മുകളിലേക്ക് ഉയർന്നു പൊങ്ങും. ടാബ്ലറ്റ്സിന് ചുറ്റും ഫോം ചെയ്യുന്ന എയർ ബബിൾസിൻ്റെ മുകളിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ടാബ്ലറ്റിന് ചുറ്റും ട്രാപ്പായിരിക്കുന്ന ഈ എയർ ബബിൾസ് ടാബ്ലറ്റിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ സർഫസ് ടെൻഷനും ടാബ്ലറ്റ് മുകളിലേക്ക് ഉയർന്നു പൊങ്ങാനായിട്ട് ചെറിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ചെറിയൊരു അറിവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.